നിന്റെ ഏത് വിഷയങ്ങളും റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ, അതാ വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. പൂർണ്ണമായും വണക്കം അല്ലാഹുവിന് ധരിപ്പിക്കണം. ജനങ്ങളെ സംതൃപ്തിയല്ല, ജനങ്ങളെ കയ്യടിയല്ല, ജനങ്ങളെ തക്ബീറല്ല, ജനങ്ങളെ ലൈക്കടിക്കലല്ല. എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ഖബൂലിയത്ത് ലഭിക്കലാണ് പ്രശ്നം. എൻ്റെ റബ്ബൊന്ന് സ്വീകരിച്ചു കിട്ടലാണ് പ്രശ്നം. അതല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പോലും സുബ്ഹാനല്ലാഹ് കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തുമ്പോൾ ആ നിർമ്മാണം ഒറ്റക്കങ്ങ് ചെയ്യുകയല്ല, സ്വന്തം മകനെയും കൂടി കൂട്ടിപ്പിടിക്കുകയാണ്. ആ മകന്റെ സഹകരണവും കൂടിയുണ്ട്. അതാണല്ലോ വൈദി യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ. മൽഹർ എന്ന മഹത്തായ സ്ഥാപനം മഹാനായ ഫാറൂഖ് തങ്ങൾ അവർകൾ അധ്വാനിച്ച് സ്ഥാപിച്ചു. തങ്ങളവറുകളെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളായ ജനങ്ങൾ സഹകരിച്ചു, സഹായിച്ചു. ഈ സ്ഥാപനം ഉയർന്നു വന്നു. റബ്ബേ, ഇനിയും നീ ഉയർത്തണേ അല്ലാ. ആ മഹത്തായ സ്ഥാപനം ബഹുമാനപ്പെട്ട തങ്ങളവർ വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ തന്നെ കഴിയുന്ന സഹായം സ്വന്തം മകൻ സഹീർ തങ്ങൾ ചെയ്തു. സഹകരണമുണ്ടായി. വഫാത്തിന്റെ ശേഷം പൂർണ്ണമായും തന്നെ സഹകരിച്ചു. അതുപോലെ സഹോദരന്മാരായ സയ്യിദന്മാര് സഹകരിച്ചു. അവരുടെ നേതൃത്വത്തിൽ നീങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, മനസ്സിന് രോഗമുള്ള ചില ആളുകളുണ്ടല്ലോ ലോകത്ത്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദാ. മനോരോഗികളായ ചില കക്ഷികളുണ്ട് ലോകത്ത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ആ മനോരോഗം എന്താണ്? അത് സുബ്ഹാനല്ലാഹ് നിഫാഖാണ്, കാപട്യമാണ്. ആ കാപട്യമുള്ളവന്റെ സ്വഭാവം എന്താണ്? നാവെടുത്താൽ കള്ളം പറയലാണ്, വാക്ക് പറഞ്ഞാൽ ലംഘിക്കലാണ്, തെറ്റിയാൽ തോന്നിവാസം പറയലാണ്. അതുപോലെ സുബ്ഹാനല്ലാഹ് അനാവശ്യമായ ചിന്തകളാണ്, അഹങ്കാരത്തിന്റെയും അസൂയയുടെയും ചിന്തയാണ്. അത്തരത്തിലുള്ള ചിന്തയുള്ള ചിലര് സ്നേഹിക്കുന്ന ജനങ്ങളെ അകറ്റിക്കളയാൻ വേണ്ടി ഫിത്നയും ഫസാദും പറയും. അവരുടെ ഫസാദ് ഫിത്നകൾ കേൾക്കാനേ പാടില്ല. കേൾക്കാൻ പറ്റാത്തത് കേൾക്കാനേ പാടില്ല. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അത് ഈ ഒരു സ്ഥാപനത്തിന് മാത്രം ബാധകമല്ല. നോളേജ് സിറ്റി വളർന്നു വരുമ്പോ ഹക്കീം അസ്ഹരി അതിന്റെ പ്രധാന പ്രവർത്തകനായി നീങ്ങുമ്പോ അവിടെയും ഫിത്ന പറയുന്നവരുണ്ടാകാം. എനിക്ക് ഓർമ്മയുണ്ട്, മർക്കസിന്റെ ജനറൽ മാനേജറായി സി ഉസ്താദിനെ അല്ലാഹു നിശ്ചയിച്ചപ്പോ മകളെ ഭർത്താവിനെ മാനേജറാക്കി ഇത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കർണാടകയിൽ ഒരു സ്ഥാപനം വളർന്നു വരുമ്പോ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിനെ മാനേജറാക്കിയപ്പോ അതിൽ കംപ്ലൈന്റ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്തുള്ള ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. താജുൽ ഉലമ അധ്യക്ഷനായിരുന്നു, സുൽത്താനുൽ ഉലമ അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ പാവപ്പെട്ട ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ അതിൻ്റെ മുള്ളൊടിക്കാൻ വേണ്ടി, മൊനയൊടിക്കാൻ വേണ്ടി തുടക്കത്തിലേ തന്നെ പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാം അത് പരിപൂർണമായി ഇവിടെ പഠിപ്പിച്ച് ഈ ലോകത്ത് സമർപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിതകാലത്ത് തന്നെ പകരം നിർത്തിയത് ആരെയാണ്? സുബ്ഹാനല്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മക്കയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട സാഹചര്യമുണ്ടായി. മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ പകരം അവിടെ പുതപ്പും കിടത്തിയത് പുതിയാപ്പിളയാണ്, മകളുടെ ഭർത്താവിനെയാണ്, അലി ഇബ്നു അബീ താലിബ് തങ്ങളെയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, അതിൻ്റെ ശേഷം അതാ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒന്നാമത്തെ ഭരണാധികാരി
ആയി വരേണ്ടത് ആരാണെന്ന് ലോകത്തിന് പഠിപ്പിക്കുന്ന വിധം അവിടുത്തേക്ക് രോഗം വന്നപ്പോ പകരം നിർത്തിയത് ആരെയാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? അത് ഭാര്യയുടെ ബാപ്പയാണ്. പിന്നെ രണ്ടാമതോ ഉമർ ഇബ്നുൽ ഖത്താബാണ്, അതും ഒരു അമ്മോശനാണ്. പിന്നെ ഖുലഫാഉർ റാഷിദീങ്ങളിൽ വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അത് രണ്ട് മക്കളുടെ ഭർത്താവാണ്, പുതിയാപ്പിളയാണ്. ഒന്ന് മരണപ്പെട്ടപ്പോ രണ്ടാമത്തെ കുട്ടിയും വിവാഹം കഴിച്ചു കൊടുത്തതാണ്. പിന്നെ നാലാമത്തതും അതും ഒരു പുതിയാപ്പിളയാണ്, അലി ഇബ്നു അബീ ത്വാലിബാണ്. അർഹതയുള്ള ആളുകൾ വിഷയം കൈകാര്യം ചെയ്യുക എന്നതല്ലാതെ അത് മകനായി പോയത് കൊണ്ട് പറ്റൂലെന്നോ പുതിയാപ്പിളയായത് കൊണ്ട് മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ അത് അമ്മോശനായത് കൊണ്ട് പറ്റൂലെന്നോ അങ്ങനെയൊന്നും പരിശുദ്ധ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. കഅബ ശരീഫാകുന്ന സ്ഥാപനത്തിന്റെ നിർമ്മാണം നടത്തുമ്പോ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മാഈലു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സഹായിക്കാൻ സ്വന്തം മകനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇനിയോ മൂസാ നബി അലൈഹിസ്സലാമിന് വഹി കൊടുത്ത് നബിയാക്കി ദീനീ ദഅവത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോ അതാ മൂസാ നബിയുടെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുവേ അർസിൽ മഅഖി ഹാറൂൻ, എന്റെ സഹോദരനെ എനിക്കൊന്ന് കൂട്ടിന് തരണം. ഉസ്തുദ് ബിഹി അസ്രി, എന്നെ ശക്തിപ്പെടുത്താൻ എന്റെ സഹോദരൻ ഹാറൂനിനെ തരണം. കാരണം വിശ്വസ്തനായ ഒരാളെ എന്റെ പ്രവർത്തന രംഗത്ത് എനിക്ക് കൂട്ടിന് കിട്ടണം. എന്റെ സഹോദരനെ എനിക്ക് വിശ്വാസ്യമാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പരിപൂർണ വിശ്വസ്തനാണ്. അങ്ങനെ അമ്പിയാക്കളെ ദഅവത്തിന്റെ പ്രവർത്തനം നോക്കിയാലും അമ്പിയാക്കളെ സ്ഥാപനങ്ങളെ പ്രവർത്തനങ്ങൾ നോക്കിയാലും ഹബീബ് നബി തങ്ങളുടെ ദഅവത്തിന്റെ പ്രവർത്തനം നോക്കിയാലും മകനായത് കൊണ്ട് പറ്റൂല എന്നില്ല, പുതിയാപ്പിളയായത് കൊണ്ട് മാറ്റി നിർത്തണമെന്നില്ല, അമ്മോശനായത് കൊണ്ട് മാറ്റി നിർത്തണമെന്നില്ല. ഇത്രയൊന്നും വിശദീകരിച്ച് ഞാൻ അന്നത്തെ യോഗത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം അത് വിശദീകരിക്കേണ്ട സദസ്സല്ല, എൻ്റെ ഉസ്താദുമാരുടെ സദസ്സാണ്. ഞാനൊരു സൂചനയ്ക്ക് വേണ്ടി മാത്രം അതിൻ്റെ മുനയൊടിക്കാൻ പറഞ്ഞതായിരുന്നു അന്ന്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകരുത്. എന്തേ സ്ഥാപനങ്ങൾ ഉണ്ടായി കഴിയുമ്പോ പിന്നെ എന്തേ ഈ മക്കൾ അതിൻ്റെ സ്ഥാനത്ത് കയറി വരുന്നത് എന്ന ചിന്ത അസൂയയുടെ ചിന്തയാണ്. അതുപോലെ തന്നെ ദീനീ വിരുദ്ധ ചിന്തയാണ്. ആ മക്കൾ അതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ ഇല്ലേ, പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ, അവർ മുഖേന അത് ശക്തിപ്പെടുന്നുണ്ടോ ഇല്ലേ, ഇങ്ങനെ മാത്രമേ ഒരു ഈമാനുള്ളവൻ ചിന്തിക്കാൻ പാടുള്ളൂ, തഖ്വയുള്ളവൻ ചിന്തിക്കാൻ പാടുള്ളൂ. പക്ഷേ ഏത് നല്ല കാര്യം വളരുമ്പോഴും അതിൽ വല്ലാത്ത പ്രയാസമുള്ളവനാണല്ലോ ഇബ്ലീസ് എന്ന് പറയുന്ന ശൈത്താൻ. ആ ശൈത്താനിന്റെ ചിന്ത കൽബിലുള്ളവനാകുമ്പോ സ്ഥാപനങ്ങൾ തകർക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഫിത്നകളും കൊണ്ട് പലരും ഇറങ്ങും. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, ദീനിന്റെ ഖാദിമീങ്ങൾ നല്ല മനക്കരുത്തോടെ കാര്യങ്ങളെ വിലയിരുത്താൻ പഠിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, ഖബൂൽ ചെയ്തു കിട്ടണം. അപ്പൊ വിഷയം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം, അല്ലാഹു ഖബൂൽ ചെയ്തു കിട്ടണം. ആ ചിന്തയിലാകണം നമ്മുടെ എല്ലാ ചലനങ്ങളും പ്രവർത്തനങ്ങളും. കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. സൃഷ്ടിക്കുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നീ അഖ്ലുഖുക്കും മിനത് തീരി എന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞ വാചകത്തിന് മുഫസ്സിരീങ്ങൾ ഞാൻ നിങ്ങൾക്ക് രൂപപ്പെടുത്തി തരും, യഥാർത്ഥത്തിൽ ഇല്ലാത്തതിനെ ഉണ്ടാക്കി തരും എന്നല്ല. അന്നീ അഖ്ലുഖുക്കും മിനത് തീരി കഹൈഅത്തി തൈരി, പക്ഷിയുടെ രൂപാന്തരപ്പെടുത്തി തരും. ഇല്ലാത്തതിനെ ഉണ്ടാക്കുകയല്ല. അള്ള പഠിച്ച കളിമണ്ണെടുത്തിട്ട് ഒരു പക്ഷിയെ രൂപാന്തരപ്പെടുത്തുകയാണ്. അള്ള പഠിച്ച കളിമണ്ണെടുത്തിട്ട്, അല്ലാതെ കളിമണ്ണ് പടക്കുകയല്ല, പടക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാം അങ്ങനെ തന്നെ. ഈ മൈക്ക് ശാസ്ത്രം ഉണ്ടാക്കിയാന്നൊക്കെ പറയില്ലേ? എന്ത് ശാസ്ത്രം? അള്ളാഹു പഠിച്ച ഇരുമ്പ്, അള്ളാഹു പഠിച്ച റബ്ബർ, അള്ളാഹു തആല പഠിച്ച പിത്തള, അള്ളാഹു പഠിച്ച ചെമ്പ്, അള്ളാഹു തആല പഠിച്ച ഈയം, ഇങ്ങനെ അള്ള പഠിച്ച സാധനങ്ങൾ എടുത്തിട്ട്
ഒരു മൈക്ക് രൂപാന്തരപ്പെടുത്തി, അല്ലാതെ ശാസ്ത്രം ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ലാഹു തആല പഠിച്ച സാധനങ്ങൾ എടുത്ത് പലതും ഇവിടെ രൂപപ്പെടുത്തി. അതാണ് ചെയ്തിട്ടുള്ളത്. പടക്കുന്നവൻ ഒന്നേ ഉള്ളൂ, ഖാലിഖുൽ അശ്യാ, ഖാലിഖു കുല്ലി ശൈ. ഇൻഷാ അല്ലാഹ് മുതഅല്ലിമീങ്ങൾ ബക്കറ്റും കൊണ്ടുവരും. വെള്ളം കോരാനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. മദ്ഹർ വെറുതെ അങ്ങനെ മദ്ഹറായി പോകില്ല. മദ്ഹറായി തന്നെ പോകണം, മഖ്ഫിയായി പോകാൻ പാടില്ല. അതിനെല്ലാവരും നന്നായി സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളവർക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സഹീർതങ്ങൾക്കും മറ്റ് സയ്യിദന്മാർക്കും ഇതിന്റെ പ്രവർത്തകർക്കും ഒക്കെ അല്ലാഹു തആല ശക്തി പകരുമാറാകട്ടെ. കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കുന്നു, അതിൽ ഞാൻ ഊതുന്നു, ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിൻ്റെ ഓർഡർ പ്രകാരം, അല്ലാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം അപ്പോൾ അത് പക്ഷിയായി പറന്നു പോകുന്നു. കണ്ടോ, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറയുന്നു, അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം. എൻ്റെ ഓർഡർ പ്രകാരമല്ല. ഇവിടെ അള്ളാഹിൻ്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ ഒരു സംഗതിയും നടക്കൂല, ഒന്നും നടക്കൂല, ഒരു കാര്യവും നടക്കൂല. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു കാര്യം നടക്കണമെങ്കിൽ നടക്കണം, ഉണ്ടാകണം എന്ന് അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ടാകണം. ആ ഓർഡർ പ്രകാരം മാത്രമാണ് ലോകത്തേത് സംഗതികളും നടക്കുന്നത്. മാഷാ അല്ലാഹു കാന മാ ലം യശഅ ലം യകുൻ. അള്ളാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു സംഗതി നടക്കില്ല. ആകയാൽ എല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാം സംരക്ഷിക്കുന്നവനും എല്ലാ അധികാരമുള്ളവനും ബിയദിഹി മലകൂതു കുല്ലി ശൈ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിൻ കീഴിൽ ഈ സ്റ്റേജ് നിയന്ത്രിക്കാൻ ഒരു അധ്യക്ഷനുണ്ട്, ഈ സ്ഥാപനം നിയന്ത്രിക്കാൻ അതിൻ്റെ ഭാരവാഹികളുണ്ട്, അതുപോലെ വണ്ടി നിയന്ത്രിക്കാൻ ഡ്രൈവറുണ്ട്, പ്ലെയിന് നിയന്ത്രിക്കാൻ അതിൻ്റെ എൻജിനുമുണ്ട്, ക്യാപ്റ്റനുമുണ്ട്, അതുപോലെ വണ്ടി നിയന്ത്രിക്കാൻ ഡ്രൈവറുണ്ട്. അതെല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൻ കീഴിലായിട്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രകാരമുള്ള നിയന്ത്രണമാണ്. സുബ്ഹാനല്ലാഹ്, മംഗലാപുരത്ത് പ്ലെയിൻ അപകടം നടന്നു. അല്ലാഹു തആല അതിൽ മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങളെയും ശുഹദാക്കളിൽ പെടുത്തട്ടെ. സുബ്ഹാനല്ലാഹ്, ആ പ്ലെയിനിന് യന്ത്രമുണ്ടായിരുന്നില്ലേ, ആ പ്ലെയിനിന് ഡ്രൈവർ ഉണ്ടായിരുന്നില്ലേ, ക്യാപ്റ്റൻ ഉണ്ടായിരുന്നില്ലേ, പൈലറ്റ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. പക്ഷേ എല്ലാ നിയന്ത്രണവും അധികാരവുമുള്ള റബ്ബിൻ്റെ തീരുമാനം നടപ്പാവുകയാണ്. എല്ലാവരും കത്തിക്കരിയുമ്പോൾ അതിൽ നിന്ന് രണ്ടാളെ സംരക്ഷിക്കാനുള്ള തീരുമാനിക്കുകയാണ്. ആ രണ്ടാളുകൾ പുറത്തേക്ക് സുരക്ഷിതരായി പോവുകയാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണം, ആ നിയന്ത്രണം അവൻ്റെ ഉദ്ദേശപ്രകാരം നടക്കുകയാണ്. ആകയാൽ എല്ലാം നിയന്ത്രിക്കുന്നവനായ റബ്ബ്, എല്ലാ അധികാരവുമുള്ളവനായ റബ്ബ്, അവൻ മാത്രമേ ആരാധനക്കർഹനുള്ളൂ. അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ അള്ളാഹുവിൻ്റെ പൂർണ്ണമായ അടിമകളാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും. ആ അടിമയാണെന്ന് പറയുന്നതിലാണ് അഭിമാനം. ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടിമയാണെന്ന് പറയുമ്പോൾ എനിക്കെന്തൊരു അഭിമാനമാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ലോകത്തുള്ള എല്ലാ മലക്കുകളെയും ജിന്നുകളെയും സർവ നക്ഷത്രങ്ങളെയും സർവ സൃഷ്ടികളെയും പോറ്റി വളർത്തിയ, എല്ലാ മലക്കുകളെയും അമ്പിയാക്കളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന, എല്ലാ ഔലിയാക്കൾ അമ്പിയാക്കൾ സാലിഹീകളെയും പോറ്റി വളർത്തുന്ന, എല്ലാ അധികാരികൾക്കും ഭക്ഷണം കൊടുക്കുന്ന, വെള്ളം കൊടുക്കുന്ന, ആരോഗ്യം കൊടുക്കുന്ന, എല്ലാവരെയും നിയന്ത്രിക്കാൻ അധികാരമുള്ള രാജാവും അവൻ്റെ ഉദ്ദേശപ്രകാരം സർവസ്വവും ഭരിക്കുന്ന രാജാവും
അവന്റെ മേലെ ആരുമില്ല, അവനൊരു പോയിന്റിലും തുല്യനില്ല. അവൻ മാത്രമേ യഥാർത്ഥത്തിലുള്ളവനാണെന്ന് പറയാൻ പറ്റൂ. അതാണ് ലാദുൽ ബസായിരി നാദിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദൂലി അനിൽ അസർ. അല്ലാഹു അല്ലാത്ത ഒന്നിനെ കുറിച്ച് ഉള്ളത് എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹു തന്നെ. ഞാൻ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്നെ കാണൂല. എന്റെ മുമ്പേ സ്റ്റേജിൽ കയറിയ പലരും ഇന്ന് സ്റ്റേജിലില്ല, ഖബറിലാണ്. എന്റെ മുമ്പേ ക്ലാസ് എടുത്ത് ദർസ് നടത്തിയ പലരും ഇന്ന് ഖബറിലാണ്. അതേ ഒരവസ്ഥ എനിക്കും വരാനുണ്ട്. അതുപോലെ നിങ്ങളെ മുന്നേ സദസ്സിൽ വന്നിരുന്ന പലരും അവരിപ്പോൾ സദസ്സിലില്ല, അവർ ഖബറിലാണ്. ഞാൻ ഇന്നും ഈ വരുന്ന സമയത്ത് കാസർഗോഡ് അതാ ഈ കുട്ടി ഹാജി എന്ന് പറയുന്ന ഒരാളെ മയ്യിത്ത് മറമാടുന്ന സ്ഥലത്തേക്ക് പോയി. അള്ളാഹു അദ്ദേഹത്തിന് ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അതേ നമ്മുടെ അഹമ്മദ് അലി ഹാജി മുഹമ്മദ് അലി ഹാജിയുടെ ബാപ്പയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, സദസ്സിലിരിക്കുന്നവരെന്നും സദസ്സിലിരുന്ന് കേൾക്കുന്നവരല്ല, പ്രസംഗിക്കുന്നവരെന്നും പ്രസംഗിക്കുന്നവരല്ല, സംഭാവന കൊടുക്കുന്നവരെന്നും സംഭാവന കൊടുക്കുന്നവരല്ല, ദർസ് നടത്തുന്നവരെന്നും ദർസ് നടത്തുന്നവരല്ല, ബിസിനസ് നടത്തുന്നവരെന്നും ബിസിനസ് നടത്തുന്നവരല്ല, തൊഴിലെടുക്കുന്നവരെന്നും തൊഴിലെടുക്കുന്നവരല്ല. നമ്മളെല്ലാം യജമാനനായ റബ്ബിന്റെ അടിമകളാണ്. ആ അടിമക്ക് റബ്ബ് നിശ്ചയിച്ച സമയം ഏതാണോ ആ സമയത്ത് യാത്ര പോകാതെ നിർവാഹമില്ല. ഒരു 2-3 ആഴ്ച മുമ്പ് സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന 17 വയസ്സുള്ള മുഹമ്മദ് തസ്ലീം എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി പരീക്ഷയ്ക്ക് പോയി എഴുതി വന്നതാണ്. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ കൂട്ടാളികളെ കൂടെ ഇരുന്നതാണ്. ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് ടെലിഫോൺ എടുത്തു. ബുധനാഴ്ച ദിവസം വൈകുന്നേരം ഒരു അരമണിക്കൂർ മാത്രം കുട്ടികൾക്ക് ടെലിഫോൺ ഉപയോഗിക്കാൻ അനുമതി നൽകും. അതേ ആഴ്ചയിൽ ഒരു ദിവസം ആ ഒരു സമയത്ത് ഫോൺ എടുത്ത് അവന്റെ ബന്ധത്തിൽപ്പെട്ട ആരോ ഒരാളുമാരും ബന്ധപ്പെടാൻ നോക്കുമ്പോ പെട്ടെന്ന് ആ ഫോൺ അവിടെ ഇട്ടു. ആ കുട്ടി മറിഞ്ഞങ്ങ് വീണു. ആ വീഴ്ചയിൽ തന്നെ 17 വയസ്സുള്ള ചെറുപ്പമായ കുട്ടി മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം നൽകട്ടെ. മുതഅല്ലിമായി മരിച്ച ആ കുട്ടിക്കും അതുപോലെ മുതഅല്ലിമീങ്ങളായി മരിച്ച എല്ലാ മുതഅല്ലിമീങ്ങൾക്കും നിന്റെ സബീലിൽ അധ്വാനിക്കുന്ന സമയത്തുള്ള മരണമായി ശുഹദാഇന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. നിങ്ങളൊന്ന് കറങ്ങിക്കോളൂ ഇന്ത്യ രാജ്യം മുഴുവനും. എവിടെയെങ്കിലും മരണത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറുണ്ടോ? ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട് മംഗലാപുരത്ത്. അതുപോലെ കേരളത്തിലുമുണ്ട്, പല സ്ഥലത്തുമുണ്ട്. അമേരിക്കയിലുണ്ടോ ബ്രിട്ടനിലുണ്ടോ മരണത്തിന് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ടോ? മരണത്തിന് ചികിത്സയില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമാകൂല. നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ചങ്ങ് മരിച്ചു പോകും. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മരിക്കാൻ അല്ലാഹ് നിശ്ചയിച്ച സമയത്ത് മരിക്കേണ്ടി വരും. അതിന് മുൻകൂട്ടി വിവരം കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടുന്ന ചിലരുണ്ട്, കിട്ടിയ ചിലരുണ്ട്, അതൊക്കെ വേറെ വിഷയമാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ദിവസത്തിൽ അതേ കുളിച്ച് വൃത്തിയായി എന്നിട്ടോ 3 കഷ്ണം തുണിയും എടുത്ത് ശരീരത്തിൽ പൊതിച്ച് സഹീഹുൽ ബുഖാരി കൊണ്ടുവന്ന് നെഞ്ഞത്ത് വെച്ചിട്ട് മർഹബാ അഹ്ലൻ വസഹ്ലാ, അതേ മലക്കുൽ മൗത്തിന് സ്വാഗതത്തിൽ കിടന്നില്ലേ? അങ്ങനെ ചില മഹാന്മാരുണ്ട് റബ്ബേ. അവരുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയിലായി കൂട്ടിത്തരണേ അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, നിശ്ചയിക്കപ്പെട്ട സമയത്ത് ആരും മരിച്ചു പോകും. ആ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ കഴിയണം. അതിനപകടം വരുന്ന ഒരു വിഷയവുമായും ബന്ധപ്പെടരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു വിഷയമാണ്, ഇപ്പോഴും പറയാണ്. ഈ നിരീശ്വരവാദികള്
യുക്തിവാദികള്, അതുപോലെ പുതിയ പുതിയ പേര് പറഞ്ഞ് ഇറങ്ങുന്ന ഏതെല്ലാം മതവിരുദ്ധ ആശയക്കാരുണ്ടോ അവരുടെയൊന്നും പ്രസംഗം കേൾക്കരുത്, അവരെ പുസ്തകം വായിക്കരുത്. അതൊന്ന് കേട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ച് കേൾക്കുന്നവരുണ്ട്. പച്ച ഹറാമ്, ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് അള്ളാന്റെ വെള്ളവും കുടിച്ചിട്ട്, അള്ളാന്റെ ഭക്ഷണവും കഴിച്ചിട്ട്, അള്ളാന്റെ ഓക്സിജൻ ശ്വസിച്ചിട്ട്, അള്ളാന്റെ ഭൂമി താമസിച്ചിട്ട്, അള്ളാന്റെ സൂര്യന്റെ ആ വെളിച്ചവും ആസ്വദിച്ചിട്ട് അള്ളാന്റെ ചീത്ത പറയുന്നത് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ എന്ന് പറയുന്നവനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഇത്ര നീചനായ മനുഷ്യൻ വേറെ ആരാണ്? അള്ളയില്ല എന്ന് പറയുന്ന പ്രസംഗം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു നിങ്ങളെ ഇകഴ്ത്തുന്ന പ്രസംഗം, അതുപോലെ മതത്തെ ചോദ്യം ചെയ്യുന്ന പ്രസംഗം, അത് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ. അള്ളാന്റെ വെള്ളവും കുടിച്ചിട്ടോ, അള്ളാന്റെ ഭക്ഷണവും കഴിച്ചിട്ടോ, അള്ളാഹുവിന്റെ ഓക്സിജനും ശ്വസിച്ചിട്ടോ, അള്ളാന്റെ ഭൂമി താമസിച്ചിട്ടോ അള്ളാഹിനെ കുറ്റം പറയുന്നത് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ. പച്ച ഹറാം. ഒരിക്കലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്നല്ല പറയുള്ള അയാൾ, കുട്ടിയായാലും ആണായാലും പെണ്ണായാലും ഒരു മനുഷ്യരും കേട്ടു നോക്കാൻ പാടില്ല. അതേ സമയത്ത് പണ്ഡിതന്മാർ, അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ദീനിന്റെ വിരോധികൾ അവരെന്ത് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ പിഴപ്പിക്കുന്നത് എന്ന് അവർക്ക് നോക്കേണ്ടി വരും. ഒരു കുഷ്ഠരോഗിക്ക് ചികിത്സിക്കേണ്ടി വരും ഒരു ഡോക്ടർക്ക്. അതുകൊണ്ട് കുഷ്ഠരോഗിയുടെ അടുത്ത് ഞാനും പോകും, ഡോക്ടർ പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ഡോക്ടർക്ക് അതിനുള്ള പ്രതിരോധ ശക്തിയുണ്ട്, അതിനുള്ള മരുന്നുണ്ട്, അതിനുള്ള ഉപകരണമുണ്ട്, അതിനുള്ള കിറ്റുണ്ട്. അതൊക്കെ ധരിച്ചിട്ട് അയാൾ പോകുന്നത്. നീ നേരം കഴിയില്ല, നിനക്കത് പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ഈമാൻ തെറ്റിച്ചു കളയുന്ന ഒരാളുടെയും ഒരു വാക്കും ഒരവാക്കും കേൾക്കാൻ പാടില്ല. അള്ളാഹുവിനോട് ചെയ്യുന്ന കടുത്ത ധിക്കാരമാണത് എന്ന നല്ല ബോധം വേണം. ഒരു മുജാഹിദിന്റെ, ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ എന്താണ് ഞാൻ ദുബായിൽ നിന്ന് വന്നതാ. വന്ന് വരുമ്പം തന്നെ എനിക്ക് എൻ്റെ ഡ്രൈവറോ എൻ്റെ കൂടെയുള്ള ആളോ കാണിച്ചു തന്ന് ഒരു പള്ളീൻ്റെ മുകളിൽ ടർഫുണ്ടാക്കിയിരുന്നു. ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് പോലും. പണ്ട് പുല്ലൂക്കർ ഉസ്താദ് പണ്ടൊരിക്കൽ പ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നല്ല പറഞ്ഞിട്ട് ജമാഅത്തെ ശൈത്താനി എന്നാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പള്ളി ഫീ ബുയൂത്തിൻ അല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സക്കാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. പള്ളി എന്തിനാണെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്. അതിനല്ലാഹു തുർഫഅ, പള്ളി ഉയർത്തപ്പെടാൻ അല്ലാഹു അനുമതി നൽകിയിരിക്കുന്നു. വയുദ്കറ ഫീഹി ഇസ്മുഹു, പള്ളിയിൽ നടക്കേണ്ട സംഗതി എന്താണ്? ദിക്റാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാരന് ദിക്റ് ചൊല്ലിക്കൂടാ, ഹദ്ദാദി ചൊല്ലിക്കൂടാ, വിർദുൽ ലത്തീഫ് ചൊല്ലിക്കൂടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവരും ഒരുമിച്ച് കൂടിക്കൂടാ, ടർഫ് ഉണ്ടാക്കിയിട്ട് മുകളിൽ നിന്ന് പന്ത് കളിക്കണം. പള്ളീൻ്റെ മുകളിൽ നിന്ന് ഇന്നാലില്ല. അള്ളാഹിന്റെ ദീന് അട്ടിമറിക്കുന്നത് കണ്ടോ? അള്ളാഹുവിന്റെ ദീന് നശിപ്പിക്കുന്നത് കണ്ടോ? ഖുർആനിൽ അല്ലാഹ് പറയുന്നു ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. അള്ളാഹിന്റെ പള്ളി അള്ളാഹിന്റെ പേര് ഉറക്കെ പറയാനാണ്, അള്ളാഹിന്റെ പേര് ഉച്ചരിക്കാനാണ്. സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹു യാ അല്ലാഹ് യാ ദായിമു യാ അല്ലാഹ് യാ റബ്ബു യാ നൂറു യാ ഹഖു യാ അല്ലാഹ് യാ അലീമു യാ ഹലീമു. ഇങ്ങനെ അതാ ഒരു റാത്തീബിൽ ദിക്റ് ചൊല്ലുമ്പോൾ അള്ളാഹിന്റെ പേര് വിളിക്കുമ്പോ പുത്തൻവാദി പറയുന്നത് അതാ പാടില്ല, ബിദ്അത്താണ്, തെറ്റാണ്. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, പള്ളി എന്തിനാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ബോധം പോലും നശിപ്പിച്ച് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് പള്ളി വികൃതി കളിക്കാനുള്ള കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കുന്ന പ്രവണതയല്ലേ? അല്ലാഹ് പറയുന്നു ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ. പള്ളിയിൽ ദിക്ർ നടക്കണം, പള്ളിയിൽ നിസ്കാരം നടക്കണം, തസ്ബീഹ് നടക്കണം, പള്ളിയിൽ അതാ ഇൽമു പറയൽ നടക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയണം, മൗലിദ് ഓതണം, അതേ ബുറുദ ചൊല്ലണം, സലാത്ത് ചൊല്ലണം. അങ്ങനെ തുടങ്ങിയിട്ട് ആവശ്യമുള്ള ദീനിയായ ഇബാദത്തിന്റെ കേന്ദ്രം അതല്ലേ പള്ളി. അല്ലാതെ
പക്ഷേ പള്ളിയുടെ പവിത്രത അത് എത്രത്തോളം പറഞ്ഞു, ഇപ്പൊ പറയാൻ സമയമില്ല, ഞാൻ ഓർമ്മ വന്നോട്ടൊന്ന് പറഞ്ഞ. പള്ളിയുടെ പവിത്രത എത്രത്തോളം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അൻസദ ളാല്ലതൻ ഫിൽ മസ്ജിദി, ഒരാളെ ഒരു സാധനം വീണുപോയി, കളഞ്ഞുപോയി, ആ കളഞ്ഞുപോയ സാധനം കിട്ടാൻ വേണ്ടി ഒരാൾ പള്ളിയിൽ നിന്ന്, എൻ്റെ കണ്ണട കാണുന്നില്ല, നിങ്ങൾക്കാർക്കോ കിട്ടിയോ? അല്ലെങ്കിൽ എൻ്റെ പെന്ന് കാണുന്നില്ല, നിങ്ങൾക്കാർക്കോ കിട്ടിയോ? എൻ്റെ വാച്ച് കാണുന്നില്ല, നിങ്ങൾക്കാർക്കോ കിട്ടിയോ? എൻ്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല, ആർക്കോ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവനോട് പറയണം, ലാ റദ്ദഹല്ലാഹു ലക്, അതല്ല നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. കാരണം പള്ളി ഉണ്ടാക്കിയത് നിന്റെ അനൗൺസ് ചെയ്യാനല്ല, നിന്റെ വീട് പോയ സാധനം അന്വേഷിക്കാനല്ല പള്ളി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. ആ ഹദീസിന്റെ ഒരു മാനയാണ്. വേറൊരു മാനയും കൂടി പണ്ഡിതന്മാരതിന് പറഞ്ഞിട്ടുണ്ട്. ലാ, ഇനി മേലിൽ ഇങ്ങനെ പറയാൻ പാടില്ല, റദ്ദഹല്ലാഹു ലക്, അതല്ല തിരിച്ചു തരട്ടെ, അങ്ങനെയും അതിനർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും ശരി, പറയരുത് എന്ന് 2 ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. ചോദിക്കാൻ പാടില്ല എന്ന് 2 ഹദീസ്, 2 വ്യാഖ്യാന പ്രകാരവും ലാ, ഇനി ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത്ര പവിത്രത കാണിക്കണം. പള്ളിക്ക് കയറുമ്പം തന്നെ വലത്തെ കാലെടുത്ത് വെക്കണം, ബിസ്മി ചൊല്ലണം, സലാത്ത് ചൊല്ലണം, എന്നിട്ട് അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, റഹ്മത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണേ എന്ന് അല്ലാഹുവോട് ദുആ ചെയ്യണം. എന്നിട്ട് തഹിയ്യത്ത് നിസ്കരിക്കണം, അവിടെ ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, സലാത്ത് ചൊല്ലണം, നല്ലത് മാത്രം ചെയ്യണം. അത് കളിക്കാനുള്ള സ്ഥലമല്ല, അത് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കേണ്ട കേന്ദ്രമല്ല. അങ്ങനെ അതിന് വേണമെങ്കിൽ ഞാൻ ഇത് പറഞ്ഞാൽ നാളെ ഉണ്ടാവും ഒരു മൗലവിന്റെ വകയിൽ ഒരു മറുപടി. എന്താണ്? ഹിറാബ് കൊണ്ട് യൽഅബൂന ഫിൽ മസ്ജിദി, ബുഖാരിയിൽ ഹദീസ് ഉണ്ട്, യൽഅബൂന ഫിൽ മസ്ജിദി, ഹബശക്കാർ വന്നിട്ട് പള്ളിയിൽ നിന്ന് ഹിറാബ് കൊണ്ട് കളിച്ചു എന്നുണ്ട്. അപ്പൊ ആയിഷ ബീവിക്ക് കാണാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ബുഖാരിയിൽ ഹദീസ് ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്ന് മൗലവിമാര് വിചാരിക്കണ്ട, ഞാൻ ഓതി കൊടുക്കുന്ന ആളാ, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതേതാ സാഹചര്യം? അന്നത്തെ പള്ളി ഏതാ? അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ചുരുങ്ങിയ ആളുകൾ മാത്രമുണ്ട്. അവർക്ക് ജിഹാദ് എന്ന് പറയുന്ന ബദർ യുദ്ധം പോലുള്ള യുദ്ധങ്ങൾ, ശത്രുക്കൾ വന്ന് നമ്മളെ രാഷ്ട്രം കയ്യേറുമ്പോ, രാഷ്ട്രത്തിലേക്ക് കടന്നു കയറുമ്പോ, അവർ മുസ്ലിമീങ്ങളെ മുഴുവനും കൊന്ന് നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോ, അങ്ങനല്ലേ ബദർ നടന്ന? എവിടുന്ന? മദീനന്റെ പരിസരത്തുനിന്ന, മക്കേന്റെ പരിസരത്തുനിന്നല്ല, 400-ലധികം കിലോമീറ്റർ അങ്ങനെ കടന്ന് വന്നതാ മുശ്രിക്കീങ്ങൾ മദീനയുടെ സമീപത്ത് ഈ മദീനയിലുള്ള ആളുകൾ ആക്രമിക്കാൻ വേണ്ടി. അപ്പൊ അവരെ നേരിടാതിരിക്കാൻ പറ്റുമോ? ഖന്തഖ് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? അത് മദീനയിലേക്ക് എല്ലാ ശത്രുക്കളും ഒരുമിച്ച് കടന്നു വരുമ്പോ അവർ കടന്നു വരാതിരിക്കാൻ വേണ്ടി കിടങ്ങ് കീറിയതാണ്. ഉഹുദ് എന്ന് പറഞ്ഞാൽ എവിടെയാ? മദീനയിലെ തന്നെയാണ് ഉഹുദ്. ആ മദീനയിലേക്ക് ശത്രുക്കൾ അങ്ങനെ മക്കയിൽ ഇങ്ങോട്ട് വന്നതാ. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോഴത് വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, അത്തരം ആളുകളെ നേരിടാൻ വേണ്ടിയുള്ള ചില പരിശീലനങ്ങൾ ആവശ്യമായി വന്നു. അതിന് വേറെ സൗകര്യമില്ല, സാഹചര്യമില്ല. അതുകൊണ്ട് നടത്തിയ പരിശീലനമാണ് ആ ഹബ്ശക്കാര് ചെയ്തു എന്ന് പറയുന്നത്. അത് നിങ്ങൾ വിചാരിച്ച കളിയല്ല. അത് ജിഹാദിന് വേണ്ടി അഥവാ യുദ്ധോപകരണങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എന്നത് പഠിക്കൽ അനിവാര്യമായൊരു സാഹചര്യത്തിൽ അന്ന് ചെയ്തതാ. അതുകൊണ്ട് നാളെ മുതൽക്ക് എല്ലാ പള്ളിയിലും കളരിപ്പയറ്റ് നടത്താൻ ആരും വിചാരിക്കേണ്ട. സമ്മതിക്കൂല, പണ്ഡിതന്മാർ സമ്മതിക്കൂല. കളരിപ്പയറ്റ് നടത്താനുള്ളതല്ല പള്ളി, പള്ളി ഇബാദത്തിന് വേണ്ടിയുള്ളതാണ്. കള്ളി കരാട്ടക്കുള്ളതല്ല പള്ളി, പള്ളി ഇബാദത്തിനുള്ളതാണ്. കരാട്ട നടത്താൻ വേറെ ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട്. കളരിപ്പയറ്റ് നടത്താൻ വേറെ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ടെറഫ് ഉണ്ടാക്കാൻ വേറെ ഒരുപാട് സ്ഥലമുണ്ട്. അത് പള്ളീൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ ടെറഫിലും പക്ഷേ എൻ്റെ യുവാക്കളെ ഉറക്കുമൊഴിച്ച് കളിച്ചിട്ട് സുബഹി ഖളാക്കല്ലേ. അതേ തടൈക്കാലിൻ്റെ തൊടഉറത്താണ്, അത് പുറത്ത് കാണിച്ച് കളിക്കല്ലേ. പടച്ചവൻ പൊരുത്തപ്പെടാത്ത കളികളൊന്നും കളിക്കല്ലേ. പ്രായമുള്ള ഉമ്മയുടെ ഉറക്കി നശിപ്പിക്കുന്ന ആ ടെറഫിൽ പോയി കളിച്ചിട്ടോ കളി നോക്കിയിട്ടോ തിരിച്ചു വന്ന്
1 മണി 1:30 മണി സമയത്ത് വന്ന് വീട്ടിൽ ബെല്ലടിച്ചിട്ട് പാവപ്പെട്ട ഉമ്മയുടെ ഉറക്ക് ശല്യം ചെയ്യല്ലേ, ബാപ്പയെ ശല്യം ചെയ്യല്ലേ. നേരം വെളുത്തതിനു ശേഷം പിഞ്ചും കുട്ടികളെയും അതാ കൊണ്ടിങ്ങനെ അധ്വാനിച്ച് മക്കളെ പോറ്റുന്നതിനിടയിൽ ആ മക്കളെ കുളിപ്പിക്കേണ്ടതുണ്ട്, കുപ്പായ പിടിക്കേണ്ടതുണ്ട്, നഴ്സറിയിലേക്കേണ്ടതുണ്ട്, സ്കൂളിലെത്തിക്കേണ്ടതുണ്ട്, ഭക്ഷണം തയ്യാറാക്കേണ്ടതുണ്ട്. ഇങ്ങനെ 1000 ഡ്യൂട്ടി എടുക്കുന്ന നമ്മളെ ഭാര്യമാരില്ലേ, 5 പൈസ ശമ്പളം വാങ്ങാതെ വീട്ടുജോലികൾ എടുത്തു തരുന്ന ആ നല്ല മനസ്സുള്ള പെൺകുട്ടികളില്ലേ, ആ പെൺകുട്ടികളുടെ അടുക്കൽ വന്ന് നിങ്ങൾ ബെല്ലടിച്ചിട്ട് നിങ്ങൾ ടറഫ് പോയി കളിച്ചിട്ടും കളി കണ്ടിട്ടും പാതിരക്ക് വന്ന് ബെല്ലടിച്ച പെൺകുട്ടികളെ ഉറക്ക് കെടുത്തല്ലേ, ശല്യം ചെയ്യല്ലേ. അതേ ഉറക്കിന് ശല്യം ചെയ്യുന്ന വിധത്തിൽ ഖുർആൻ ഓതൽ തന്നെ ഹറാമാണെന്ന് ഫതുഹുൽ മുഈനിലില്ലേ. എങ്കിൽ പിന്നെ നിന്റെ ബാപ്പന്റെ ഉറക്കും ഉമ്മാന്റെ ഉറക്കും ഭാര്യന്റെ ഉറക്കുമൊക്കെ ശല്യം ചെയ്യുന്ന നിന്റെ ഈ വരവുണ്ടല്ലോ, ആ വരവിന് വേണ്ടിയുള്ള ടറഫിലുള്ള പോക്കുണ്ടല്ലോ, അത് ഹറാമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 17 വയസ്സുള്ള കുട്ടി മരിച്ചത് പറഞ്ഞില്ലേ, അതുപോലെ ഇന്നലെ ഞാനൊരു മരിച്ച വീട്ടിൽ പോയി. സുബ്ഹാനല്ലാഹ് 50 വയസ്സുള്ള ആള് പെട്ടെന്ന് വീട്ടിൽ നിന്ന് മറിഞ്ഞ് വീണ് മരിച്ചതാണ്. അതിന് മുമ്പ് ഞാൻ വേറെ ഒരു വീട്ടിൽ പോയി. സുബ്ഹാനല്ലാഹ് ഓരോരുത്തരും പെട്ടെന്ന് മരിച്ച വിവരം പറയുകയാണ്. ഹജ്ജിന് പോയ സഖാഫി ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പാമ്പ് കടിച്ച് ഭാര്യ മരിച്ചത് 4 മാസമായ കുട്ടിയെ ഇട്ടാണ്. ഓ സഹോദരിമാരെ സഹോദരന്മാരെ, വാർത്തകൾ ഓരോന്നിങ്ങനെ കേൾക്കുമ്പോ നമ്മളിങ്ങനെ വിചാരിക്കുന്നു ഇതെല്ലാം അവർക്ക് ബാധകമാണ്, എന്റെ മരണം ഇപ്പോഴൊന്നുമില്ല, അതിനിയും ഒരുപാട് അവധിയുണ്ടെന്ന തോന്നലല്ലേ. അങ്ങനെ ഒരു തോന്നലിന് പകരം നീ പോകാനുള്ള സ്ഥലത്തേക്ക് സമ്പാദിക്കാൻ നോക്കൂ, ഒരു സുന്നത്തെങ്കിലും കൂടുതൽ നിസ്കരിക്കാൻ നോക്കൂ, ഒരു സുബ്ഹാനല്ലാഹ് കൂടുതൽ പറയാൻ നോക്കൂ. നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള നേതാവായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കാൻ നോക്കൂ, റബ്ബിന്റെ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാൻ നോക്കൂ. എൻ്റെ മരണത്തിൻ്റെ സമയം അറിയില്ല എന്ന നിലയ്ക്ക് ഒരുങ്ങേണ്ടത് പോകാനാണ്. നമ്മളിൽ പലരും പോയി കഴിഞ്ഞു, നമുക്ക് പോകാനുള്ള ഡേറ്റ് അറിയുന്നില്ല, സമയമറിയുന്നില്ല, പോകണം എന്ന ചിന്ത ഖൽബിലേക്ക് വരുന്നില്ല. ഞാനിനിയും ഇവിടെ ഒരുപാട് കാലമുണ്ടെന്ന ചിന്തയിൽ ശൈത്താൻ നമ്മളെ തളച്ചിടുകയാണ് കേട്ടോ. അതുകൊണ്ട് മാറി ചിന്തിക്കാൻ നമുക്ക് കഴിയണം. കളിയിലേക്കല്ല ചിന്തിക്കേണ്ടത്, കാര്യത്തിലേക്കാണ്. ചെയ്യുന്നതൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടിയാകണം, പറയുന്നതെല്ലാം അല്ലാഹ് തൃപ്തിപ്പെട്ടതാകണം, ചെയ്യുന്നതെല്ലാം റബ്ബ് പൊരുത്തപ്പെടുന്നതാകണം. ഹറാമുകളിൽ മാറി നിൽക്കണം. ആരും മഅസൂമികളല്ലല്ലോ. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളുടെ സദസ്സിലും ഈ സ്റ്റേജിലും ഏറ്റവും പാപം ചെയ്തവരാണ്. എനിക്കും റബ്ബ് മാപ്പ് നൽകട്ടെ, നിങ്ങൾക്കും റബ്ബ് മാപ്പ് നൽകട്ടെ. അല്ലാഹുവിൻ്റെ അഫ്വ് കൊണ്ടല്ലാതെ അവൻ്റെ ഔദാര്യം കൊണ്ടല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന ധാരണ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഞാനൊരു വഅദ് പറയുന്ന മുസ്ലിയാരല്ലേ, ഞാൻ ദർസ് നടത്തുന്നവനല്ലേ, ഞാൻ സംഘടനയുടെ ഇന്ന നേതാവല്ലേ, ഞാൻ പ്രവർത്തകനല്ലേ, ഞാൻ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമുള്ളവനല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചവനല്ലേ, ഞാൻ ഇന്ന മുസ്ലിയാര മകനല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന തങ്ങളുടെ മകനല്ലേ. ഇങ്ങനെയുള്ള ധാരണകളൊന്നും നമ്മുടെ ഖൽബിൽ വരാതെ എനിക്ക് റബ്ബിന്റെ അടുക്കൽ എങ്ങനെ അംഗീകാരം ലഭിക്കുന്നുണ്ടോ ഇല്ലേ, ലഭിച്ചിട്ടുണ്ടോ ഇല്ലേ, എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടിയിട്ടുണ്ടോ ഇല്ലേ, എൻ്റെ സൽക്കർമ്മങ്ങൾ കബൂൽ ചെയ്ത് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ, ഈ നിലക്കുള്ള ആത്മീയ ചിന്തയിലാണ് നമുക്ക് വളരേണ്ടത്. നമ്മൾ വളരേണ്ടത് ആത്മീയതയുള്ള പണ്ഡിതന്മാർ,
അവർ നന്മയുടെ നിമിത്തങ്ങളാണ്. അതേ സമയത്ത് കിട്ടിയ അറിവ് ഹറാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവർ, കിട്ടിയ അറിവ് സഹവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവർ, അതുപോലെ കിട്ടിയ അറിവ് കാര്യലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരാണെങ്കിലോ അതാ കിഡ്നി കട്ടുകൊണ്ടുപോയ ഡോക്ടറെ പോലെ അത് ജനങ്ങളുടെ ഈമാനും അമലും കട്ടുകൊണ്ടുപോകുന്ന പണ്ഡിതനാണ് കേട്ടോ. അത് ആത്മീയതയല്ല. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു, അല്ലാഹു പറഞ്ഞില്ലേ പണ്ഡിതന്മാരായിരുന്ന ഒരു കക്ഷികള് അഹ്ലി കിതാബിലുണ്ടായിരുന്നു. അവരുടെ സ്വഭാവം എന്താണ്? മുതലാളിമാർക്ക് ഒപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് കിട്ടുന്ന ലാഭം നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അവരുടെ ഖുർആനായ തൗറാത്ത് ഇഞ്ചീലിലുള്ള വാചകങ്ങളും മാറ്റിമറിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദുന്യാവിന് വേണ്ടി അടിമപ്പെട്ട് ജീവിച്ചവരാണ്. അതേ ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിൽ ഇസ്മ വാഖലിഹിമുസ് സുഹത ലബിസ മാ കാനൂ യസ്നഊൻ. ഏത് തെറ്റായ ആശയമാര് പറയുമ്പോഴും മിണ്ടുന്നില്ല, അതിനെതിരെ പ്രതികരിക്കുന്നില്ല. ഏത് ഹറാമായ വഴിയിലൂടെ പണം സമ്പാദിക്കുമ്പോഴും അതിനെതിരെ പ്രതികരിക്കുന്നില്ല. അതാ പണ്ഡിതന്മാരെ ലക്ഷണമാണ്. അങ്ങനെയുള്ളവരെ കൊണ്ട് ഉപകാരമില്ല. നന്മയുടെ നിമിത്തങ്ങളായ പണ്ഡിതന്മാർ, നന്മയുടെ നിമിത്തങ്ങളാണ് അഹ്ലു ബൈത്ത്, നബി കുടുംബം. നന്മയുടെ നിമിത്തങ്ങളാണ് സാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ. അത് പല വിധത്തിലുമാകാം. അവരിൽ വലിയ മുഅ്ജിസത്തുള്ള അമ്പിയാക്കൾ, വലിയ കറാമത്തുള്ള ഔലിയാക്കൾ, ദുആക്ക് ഉത്തരം ലഭിക്കുന്ന പണ്ഡിതന്മാർ, സാലിഹീങ്ങൾ എല്ലാം നന്മയുടെ നിമിത്തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നന്മയുടെ നിമിത്തമായി നമ്മുടെ ഈ സദസ്സും നമ്മുടെ ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനവും വിദേശത്തുള്ളവരുടെയും നാട്ടിലുള്ളവരുടെയും സർവ്വ അധ്വാനങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാനിവിടെ വന്നപ്പോൾ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ ഏൽപ്പിച്ചു. അല്ലാഹു അവരുദ്ദേശിച്ചത് നീ അവർക്ക് കൊടുക്കണം റഹ്മാനെ. ഈ സ്ഥാപനത്തെ ഇന്നേവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, അവരെ നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, നല്ല ആത്മാർത്ഥത വേണം, ഇഖ്ലാസ് വേണം. ആ ഇഖ്ലാസോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ വേണം. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം. ജനങ്ങൾക്കിടയിലുള്ള പേരും പെരുമയും അത് കുറഞ്ഞ കാലത്തേക്കുള്ളതാണ്, നിലനിൽപ്പില്ല. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിലനിൽക്കുന്ന ലോകം അത് പാരത്രിക ലോകമാണ്. ആ ലോകം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ശാഖകൾ എല്ലാ സ്ഥലത്തും സജീവമായി പ്രവർത്തിക്കണം. യൂണിറ്റുകൾ, അതിൻ്റെ മറ്റ് ഘടകങ്ങൾ സജീവമായി പ്രവർത്തിക്കണം. SOS-ന്റെ പ്രവർത്തനം യുവാക്കൾ അണിനിരന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വളരെ ശക്തമായ പ്രവർത്തനം നടത്തണം. SSF-ന്റെ പ്രവർത്തനം നടത്തണം. നമ്മുടെ സിറാജ് പത്രമടക്കമുള്ള പത്രങ്ങൾ നമ്മൾ വായിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം. നമ്മുടെ മദ്ഹർ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ ശക്തിപ്പെടുത്തണം. ഇളം തലമുറ സംസ്കാരമുള്ള, ദീനുള്ള, തഖ്വയുള്ള, ഇൽമുള്ള, നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളായി വളരണം. അതിന് ഇഖ്ലാസോടെയുള്ള പ്രവർത്തനം വേണം. എനിക്ക് പ്രസിഡന്റ് ആകണം, സെക്രട്ടറി ആകണം, അല്ലെങ്കിൽ എൻ്റെ പേര് പത്രത്തിൽ വരണം, ഞാൻ ചാനലിൽ കാണണം, എന്നെ ജനങ്ങളെല്ലാം ബഹുമാനിക്കണം. ഇങ്ങനെയുള്ള ചിന്തയാണെങ്കിൽ നമുക്കതിനേക്കാൾ എത്രയോ നല്ലത് നമ്മളുടെ വീട്ടിൽ പോയി വേറെ എന്തെങ്കിലും പണിയെടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതിയുള്ള പ്രവർത്തനം അത് സജീവമായി ഉണ്ടാകണം. ഞാൻ നീട്ടുന്നില്ല. എനിക്ക് 11:45 ട്രെയിനിന് മംഗലാപുരത്ത് നിന്ന് പോകണം. അതുകൊണ്ട് പോകാനുള്ള സമയമായിട്ടുണ്ട്. അതിൻ്റെ പുറമെ ബഹുമാനപ്പെട്ട തങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്ലിസാക്കി തീർമാറാകട്ടെ. മദ്ഹർ ദഅവാ വിദ്യാർത്ഥി സംഘടനയായ സ്മാർട്ട് പുറത്തിറക്കിയ ബുഖാരിയ സപ്ലിമെൻ്റ് സദസ്സിൽ കുട്ടികൾ വിതരണം ചെയ്യുന്നു. കുട്ടികൾക്ക് നല്ല സംഭാവന കൊടുത്ത് പ്രചോദനം നൽകി എല്ലാവരും വാങ്ങണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നല്ല തഖ്വ ഉണ്ടാകാൻ വേണ്ടി, അതോടുകൂടി ആരോഗ്യമുള്ള ദീർഘായുസ്സിന് വേണ്ടി എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. എല്ലാവരും ദ്വാരക്കും സ്വാഗതം പറയുമോ?
നന്ദി പറയുമൊക്കെ അള്ളാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, തഖ്വ ഉണ്ടാകട്ടെ എന്ന് ആരും ദ്വാരക്കൂല. വല്ലാത്ത സങ്കടമാണ് ആ ദ്വാ കേൾക്കുമ്പോൾ. അതുകൊണ്ട് അതിൻ്റെ പുറമേ തഖ്വയും കൂടി ഉണ്ടാകണം, അതിനുവേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനും തഖ്വയും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി വർദ്ധിപ്പിച്ചു തരട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ, മഹാനായ റയീസുൽ ഉലമ, മുഹയ്യിസുന്ന തുടങ്ങിയ നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ ഈ സ്റ്റേജിൽ പങ്കെടുത്തവരും മറ്റ് സ്റ്റേജുകളിൽ പങ്കെടുക്കുന്നവരുമായ ധാരാളം സാദാത്തുക്കൾ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ മുതൽ ഖലീൽ തങ്ങൾ മുതൽ നമ്മുടെ ഒരുപാട് സാദാത്തുക്കളുണ്ട്. ഈ സ്റ്റേജിൽ തന്നെ ഒരുപാട് സാദാത്തുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ടിയും എപ്പോഴും ദുആ ചെയ്യണം. ഈ സാധുവായ എന്നെയും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകമായി പറയുന്നു.